എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. ഓണമൊക്കെ അടുത്ത് വരുവാണല്ലോ. നമുക്ക് ഇന്ന് ഇഞ്ചിപ്പുളി തയ്യാറാക്കാം. ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് ഇഞ്ചിപ്പുളി, അല്ലെങ്കിൽ ഇഞ്ചിക്കറി ആണെങ്കിലും ഉണ്ടാക്കും. അതിനായിട്ട് ഇഞ്ചി ഞാൻ ചോപ്പറിലിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. വളരെ പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടും. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ചോപ്പറിൽ ഇഞ്ചി പൊടി അരിയാൻ പറ്റുമോ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ആദ്യമേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നീട് ഇതിനകത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുഴുവനോട്ടിടാതെ ചെറിയ ഈ കനത്തിലുള്ള കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ എനിക്ക് 1 കിലോ ഇഞ്ചി വളരെ വില കുറച്ച് കിട്ടി. 50 രൂപയ്ക്ക് 1 കിലോ ഇഞ്ചി കിട്ടി. കഴിഞ്ഞ ആഴ്ചയിൽ 65 രൂപയ്ക്ക് 250 ഗ്രാം മേടിച്ച് എനിക്ക് ഇന്നലെ 50 രൂപയ്ക്ക് 1 കിലോ കിട്ടിയപ്പോൾ ഞാൻ 1 കിലോ ഇഞ്ചി മേടിച്ചു. കുറച്ച് ഇഞ്ചിപ്പുളി ഉണ്ടാക്കി വെക്കാം. ബാക്കി ഇഞ്ചിപ്പൊടി തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും കേടാവാതിരിക്കും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ കുറേശ്ശെ എടുത്ത് ചെറിയ ചൂടുവെള്ളത്തിൽ ചാലിച്ച് കഴിഞ്ഞാൽ ഇഞ്ചിക്കറി തയ്യാറാകും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 1 കിലോ ഇഞ്ചിയും അങ്ങ് എടുക്കുന്നത്. ഇനി എന്താ ചോപ്പറിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ്. നമുക്കതൊന്ന് നോക്കാം, കാണിച്ചു തരാം. ഞാൻ തോരൻ അരിയാനും എല്ലാം വളരെ എളുപ്പമായി ചോപ്പർ ഉണ്ടെങ്കിൽ. ഇത്രയേ ഉള്ളൂ. ഇതിനടിയിൽ ഒരു ഗ്ലാസിൻ്റെ ഒരു ജാറ്, അതിനകത്തൊരു ബ്ലേഡ്, അതിങ്ങനെ അടച്ചു വെച്ചു. ഇത് അതിൻ്റെ മണ്ടക്കോട്ട് വെച്ചു. ഇതിൻ്റെ മോട്ടറാണ്. ഈ കാണുന്നിടത്ത് ഒന്ന് പ്രസ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുന്നതിന് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അതിങ്ങനെ സൈഡിലെല്ലാം വന്നിരിക്കുന്നത് ഇളക്കിയിട്ട് വീണ്ടും 1-2 പ്രാവശ്യം കൂടി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചി നല്ല പൊടിയായിട്ട്. നമ്മുടെ ഇഞ്ചി നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്നാണ്. തോരൻ അരിയാനും ഒക്കെ എളുപ്പമാണ്. ഇതിലോട്ട് ചെറിയ കഷ്ണമാക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടും. കൈക്ക് വേദനയുള്ളവർക്കൊക്കെ വളരെ ഉപകാരമുള്ള ഒരു ഉപകരണമാണ് ഈ ചോപ്പർ. അങ്ങനെ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നീട് വേണ്ടത് പുളി ഞാൻ ഇത്രയുമേ എടുത്തിട്ടുള്ളൂ. വീട്ടിലെ പുളിയാണ്, ഭയങ്കര പുളിയാണ്. അതുകൊണ്ട് അധികം എടുത്തു കഴിഞ്ഞാൽ പുളി ഒരുപാട് കൂടും. അതുകൊണ്ട് ഇത്രയുമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര പൊടിയാണേ. പിന്നീട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, സ്വല്പം കായപ്പൊടി. വെളിച്ചെണ്ണയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. നമുക്കിനി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. നമ്മൾ ചൂടാവാനായിട്ട് വെച്ച പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങി. നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഞാനിപ്പോൾ മുഴുവനും എടുക്കുന്നില്ല, കുറച്ചേ എടുക്കുന്നുള്ളൂ. ബാക്കി ഇഞ്ചിക്കറിപ്പൊടി തയ്യാറാക്കി വെക്കാവുന്നതാണ്. അതിന് ഉപയോഗിക്കാം. ഇഞ്ചി നന്നായിട്ട് ചുമന്ന് വരുന്നത് വരെ നമുക്ക് മുട്ടിച്ചെടുക്കാം. ആ സമയം നമ്മുടെ പുളി ഒന്ന് കുതിരാനായിട്ട് വെള്ളം ഒഴിച്ചു വെക്കാം. ഇഞ്ചി മൂത്ത് വരുന്ന സമയം നമ്മുടെ പുളി നന്നായിട്ട് മൂത്ത് വരും. നന്നായിട്ട് കുതിർന്നു വരും. അന്നേരം അതിൻ്റെ പൾപ്പെല്ലാം നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ ഇഞ്ചി
മൂത്ത് വരട്ടെ. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കണം. അത് പറയാനായിട്ട് വിട്ടുപോയി. പച്ചമുളക് ഇഞ്ചി മൂത്ത് വരുന്നതനുസരിച്ചിട്ട് നമുക്ക് വട്ടത്തിലരിഞ്ഞ് കനം കുറച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇഞ്ചി ഒന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ ഇഞ്ചി പതുക്കെ മൂത്ത് വരാനായിട്ട് തുടങ്ങുന്നു. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 7 പച്ചമുളക് കനം കുറച്ച് വട്ടത്തിലരിഞ്ഞേ. ഇനി ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇഞ്ചിക്കറിപ്പൊടിയുടെ റെസിപ്പി നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇഞ്ചിക്കറി ഒരു മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇഞ്ചിക്കറിപ്പൊടി നമ്മുടെ വീട്ടിൽ തയ്യാറായിട്ടിരിക്കുകയാണെങ്കിൽ. നമ്മുടെ ഇഞ്ചി പച്ചമുളകും എല്ലാം നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. പുളി കുതിർത്ത് വെച്ചിരിക്കുകയാണ്, നമുക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇത്രയും പുളിയെ എടുത്തുള്ളെങ്കിലും നല്ല കളറും ഒക്കെയുണ്ട്. വീട്ടിലെ പുളി ആയതുകൊണ്ട് പുളിരസം കൂടുതലാണ് ഈ പുളിക്ക്. ഇനി നമുക്ക് ഈ കൊണ്ട് പുളിയുടേത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് പിഴിഞ്ഞ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ പുളിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. ഇനി ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചിടാം. വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം, കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ. ലാസ്റ്റിൽ കടുക് വറുത്ത് ചേർത്താലും മതി. ഞാൻ പക്ഷേ ആദ്യമേ തന്നെ അങ്ങ് ചേർത്തു. വളരെ പെട്ടെന്ന് തന്നെ പണിയൊക്കെ തീർത്ത് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. പിന്നെ നമ്മളിതെല്ലാം ആയി കഴിഞ്ഞിട്ട് കടുക് വറുത്ത് എല്ലാം കൂടെ ചേർക്കാനായിട്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പണി തീരുകയും ചെയ്യും. ടേസ്റ്റിനൊരു വ്യത്യാസം ഒട്ട് വരത്തുമില്ല. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പുളി പിഴിഞ്ഞൊഴിച്ചതും ഇഞ്ചിയും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത്രയും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ സ്പൂണിന് നിറയെ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഈ സ്പൂണിന് 1, 2, 3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് വേണമെങ്കിൽ മധുരം കുറച്ച് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇത് മതി. മധുരം കൂടുതൽ വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം. ഞങ്ങൾക്ക് മധുരത്തിനേക്കാൾ കൂടുതൽ ഇഷ്ടം സ്വല്പം എരിവുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്ര ഇട്ട് കൊടുത്തത്. എരിവ് മുളക് പൊടിയൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് തിളച്ച് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ പുളിയിഞ്ചി കുറുകി ഇവിടെ വരെ എത്തി. പൊട്ടിത്തെറിക്കാൻ തുടങ്ങുന്നു. ഇവിടെ എല്ലാം പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പും പുളിയും മധുരവും ഒന്ന് നോക്കാം. കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പുളിയുടെ സ്വാദാണ് മുൻപിൽ നിൽക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്, ഉപ്പിട്ട് കൊടുക്കാം. സ്വല്പം മധുരവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരം അത്ര അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. നമുക്കൊരു 2 സ്പൂൺ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇത് ശർക്കര പൊടിയാണ്, ഇതിനകത്ത് കല്ലും മണ്ണും ഒന്നുമില്ല, പതഞ്ജലിയുടെ ശർക്കര പൊടിയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ചേർത്തത്. ഉണ്ട ശർക്കര വാങ്ങിക്കുകയാണെങ്കിൽ ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് അരിച്ചൊഴിക്കണം, ഇല്ലെങ്കിൽ കല്ലും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇഞ്ചിപ്പുളിക്കകത്ത് കടിക്കും. ഇത് നല്ല ശർക്കര പൊടി ആയതുകൊണ്ടാണ് നേരിട്ടന്ന് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് കുറുകി വരട്ടെ. എന്നിട്ട് നമുക്ക് ഉപ്പുപുളിയൊക്കെ നോക്കി ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ പുളിയിഞ്ചിയുടെ പൊട്ടിത്തെറിക്കുന്ന ഇതൊക്കെ കഴിഞ്ഞു, കുറുകി വരുന്നുണ്ട്. ഇനി ഒരു ശകലം കൂടെ ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ അതായത് വീണ്ടും പൊട്ടിത്തെറിക്കും. കുറച്ചുകൂടെ കുറുകി കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്യാൻ നേരത്ത് സ്വല്പം ഉലുവാപ്പൊടിയും സ്വല്പം കായപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ എല്ലാം പൊട്ടിത്തെറിച്ച് കിടക്കുവാണ് പുളിയിഞ്ചി. ഒരുപാട് അങ്ങ് കുറുകി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശർക്കര നമ്മൾ ചേർത്തിട്ടുള്ളത് കൊണ്ട് പിന്നെയും കുറുകും. അതുകൊണ്ട് ഒരു പാകമാകുമ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം. ഇനി ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യും. നമ്മുടെ പുളിയിഞ്ചി ഇതാ പാകമായി. തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകും. ഇലയിൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരക്കത്തില്ലാത്ത ഒരു പാകത്തിലെത്തി. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അതിന് മുൻപേ നമുക്ക് ചേർക്കേണ്ട സാധനങ്ങളെല്ലാം ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യും. ഇത്രയും ഈ സ്പൂണിന് ഒരു 1/4 സ്പൂണ് കായപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വില കുറഞ്ഞ ഇഞ്ചിയാണ് വാങ്ങിച്ചത്, അതുകൊണ്ട് ഇഞ്ചിയുടേതായിട്ടുള്ള ഒരുപാട് എരിവോ പ്രാണമോ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഒരു സ്പൂണില്ല, ഒരു 1/2 സ്പൂണ് ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. ചുക്കുപൊടി ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇഞ്ചിപ്പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യും. കുറച്ച് നാൾ ഇത് കേടാവാതിരിക്കും. വെള്ളമയം ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഫ്രിഡ്ജിനകത്ത് വെക്കുവാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും കേടാവാതിരിക്കും. ഇതെല്ലാം ഇളക്കി ചേർത്തു. നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിൻ്റെ ഉപ്പും പുളിയും ഒന്ന് നോക്കാമേ, പാകമാണോ എന്താണെന്ന്. ഉപ്പും പുളിയും എരിവും എല്ലാം നല്ല കൃത്യം. അതാ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്, അതായത് സ്പൂണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതിരിക്കും. തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കൂടും. ഇനി തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കാണാം. നമ്മുടെ ഇഞ്ചിപ്പുളിയൊക്കെ തണുത്ത് കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ്, പുളി, എരിവ്, മധുരം എല്ലാം കൃത്യമാണ്. ആ 1 സ്പൂണ് ചുക്കുപൊടി ലാസ്റ്റിൽ ഇട്ട് കൊടുത്തതുകൊണ്ട് ഇഞ്ചിയുടെ നല്ല ഫ്ലേവർ വരുന്നുണ്ട്. ഇഞ്ചിക്ക് അത്ര വിളഞ്ഞ ഇഞ്ചി അല്ലാഞ്ഞതുകൊണ്ട് ഇഞ്ചിയുടെ ഫ്ലേവർ അത്ര അങ്ങോട്ട് വരുന്നില്ലായിരുന്നു. ഈ ചുക്കുപൊടിയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിപ്പുളി തയ്യാറായി. ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം.